തൃശ്ശൂരുകാരി എന്ന് പറഞ്ഞിട്ട് പുലിക്കളി കാണാൻ പോയില്ലെങ്കിൽ മോശമല്ലേ? അതുകൊണ്ട് തന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ പുലിക്കളി കാണാൻ വേണ്ടി ടൗണിലേക്ക് ഇറങ്ങി. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും പുലിക്കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കുറച്ചും കൂടി തിരക്ക് കൂടുതൽ തോന്നുന്നു ഇക്കൊല്ലം. ഞങ്ങൾ 4:30 കഴിഞ്ഞിട്ട് എത്തിയെങ്കിലും അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അമ്മ തലയിൽ ഷാളൊക്കെ ഇട്ടിട്ട് നിന്നോടന്ന്. ഈ പൊരിഞ്ഞ വെയിലത്തും ഇത്ര എഫേർട്ട് എടുത്തിട്ട് കളിക്കണവരെ നമ്മൾ കാണാതിരിക്കരുത് കേട്ടോ. കുറച്ചു നേരം നിങ്ങൾ പുലിക്കളി കാണുക. ഈ വണ്ടിയിൽ വരുന്നത് പെൺപുലികളാണ് കേട്ടോ. കുറെ നല്ല മെസ്സേജസ് തന്നെ ടാബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറെ നേരം അവിടെ നിന്ന് വയ്യാതെ ഇപ്പം മെല്ലെ ഞങ്ങൾ പോയിട്ട് ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചു. പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ വീണ്ടും കാണാൻ പോയിട്ടോ. ആകാശപാതയുടെയും ഹരിതസേനയുടെ ഒക്കെ ഇൻസ്പോ എടുത്തിട്ട് ടാബ്ലംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ ടാബ്ലംസിന് അതിൻ്റെതായ പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഈ ഹൈഡ്രജൻ ബലൂണൊക്കെ കണ്ടപ്പോഴേക്ക് വാങ്ങണം തോന്നിയെങ്കിലും ഞാൻ വാങ്ങിയില്ല. പിന്നെ കുറെ അടിപൊളി പുലികളെ കണ്ടു. മഹാവിഷ്ണുവിന്റെ ദശാവതാരത്തിന്റെ ടാബ്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബജി കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഈ സംഭവം കണ്ടിട്ട് വേഗം തിരിച്ചു പോകുന്നത്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പുലിയുടെ തലയും ബാക്കി ഉടലും മൊത്തം മീനിന്റെ ആയിരുന്നു. കുറെ പേരുടെ അധ്വാനം അവരുടെയൊക്കെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ചിഹ്നം കാണിട്ട് നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റുന്നത്. തൃശ്ശൂരിലത്തെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും കൂടിയിട്ടൊരു ടേബിൾ ഉണ്ടായിരുന്നു. അതും നല്ല രസമായിരുന്നു കാണാൻ. 8 മണി 8 നമ്മൾ തിരിച്ചു പോകുന്നു. എനിക്ക് തീരെ സൗണ്ട് ഇല്ല, തൊണ്ടയ്ക്ക് എന്തോ കാര്യമായിട്ട് പറ്റിണ്ട്. അതാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പൊ ശരിട്ടാ, ബൈ.